അസ്സലാമലൈക്കും. ഇന്നിപ്പോ എന്താ പറയുക, എനിക്ക് ഒഴിവുള്ള ദിവസമാണ്. ഒഴിവുള്ള ദിവസമാണ് വന്ന് ജോലിയൊന്നുമില്ല, ഞായറാഴ്ച ആണ്. അപ്പൊ എന്റെ ഞായറാഴ്ചകൾ ഞാൻ കണ്ടെത്തുന്നത് പറഞ്ഞാല് എനിക്ക് ഇതുപോലല്ല വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഔഷധ സസ്യങ്ങൾ വരും തലമുറക്ക് എത്തിക്കുക. കാരണം എത്തിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് ഉദ്ദേശം ഉണ്ട് അതില്. കാരണം പറഞ്ഞാല് നമ്മള് എല്ലാ ആളുകളും ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ എന്താ പറയാ, നമുക്ക് കുടുംബങ്ങളുണ്ട്, നമുക്ക് വീടുണ്ട്, നല്ല വാഹന സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒറ്റക്ക് പോകേണ്ട ഒരു സമയം ഉണ്ടാവും, ഒരു ഒറ്റപ്പെടുന്ന സമയം. ആ സമയത്ത് എന്താ വെച്ചാല് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന നന്മകൾ മാത്രമാണ് നമുക്ക് ഒരു തണലായിട്ടുണ്ടാകുക. അപ്പൊ ഒരു തണൽമരായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഞാനിപ്പോ ഔഷധ സസ്യങ്ങളാണ് ഇവിടെ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് പല ഭാഗങ്ങളിൽ എത്തിച്ചിട്ട് അപ്പൊ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ ഒരു ഔഷധ ഗുണം എന്തെങ്കിലും ഒന്ന് അവർക്ക് എത്താൻ കഴിയുക. അതല്ലെങ്കിൽ ഒരു തണൽമരായിട്ട് അതിന്റെ ചുവട്ടിൽ നിന്നാൽ കിട്ടുന്ന ഒരു നന്മ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്തേക്ക് നമുക്ക് ഉണ്ടാവും, നമുക്കിതൊരു തണൽമരായിട്ട് കിട്ടും. ഈ തണലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം, ഫലവൃക്ഷങ്ങളായിട്ടുള്ള പലതും ഉണ്ട് നട്ടുപിടിപ്പിക്കാൻ. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഉങ്ങ് പോലുള്ള മരങ്ങളോ അല്ലെങ്കിൽ ആര്യവേപ്പ് പോലുള്ള മരങ്ങളോ ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എന്ത് ഗുണം ഉണ്ടാവും. അതിന്റെ ചുവട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഒരു തണൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താ അറിയോ, നമ്മളെ ഏത് ആളുകളാണെങ്കിലും ഏത് വിശ്വാസ പ്രകാരമാണെങ്കിലും എന്തുണ്ട്, നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ ഉണ്ടാവും നമ്മൾ കൊണ്ടുപോകാൻ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോവാണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ഒഴിവ് സമയങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പാട് നടത്തിയിട്ട് എന്താ പറയാ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാം. അപ്പൊ എന്തായി, നമ്മളെ മനസ്സും ശരീരവും കാര്യമൊക്കെ തന്നെ എന്താ പറയുക, നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ എന്താ പറയുക, പല ഔഷധ സസ്യങ്ങളാണ്, പല ഗുണങ്ങളുള്ളത്. അപ്പൊ ഇത് വന്നിപ്പോ ഒരാൾ വന്ന് വാങ്ങിപ്പോയാൽ അത് കിട്ടുന്ന ഒരു നന്മ മതി, അവർ പറയുന്ന ഒരു പ്രാർത്ഥന മതി നമുക്ക്. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഓരോ കാര്യം, ഇത് നല്ല ഔഷധ സസ്യങ്ങളല്ല, പല വർഷങ്ങളായിട്ടുള്ള പല സംഭവങ്ങളും നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം. ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്നോടൊപ്പം കൂടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.